ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയാണ്. പുതിയ വീട്ടിലേക്ക് റെൻറ്റഡ് ഹൗസാണ്. അപ്പോൾ അതിലേക്ക് കയറാൻ പോകണം. 7 മണി ഇഷ്ടപ്പെട്ടേ നമുക്ക് കുളിച്ച് റെഡിയായി വരാം. നമുക്ക് അമ്പലത്തിൽ പോകണം. ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേന് 8:30 മണി കഴിഞ്ഞ് കേട്ടോ. അമ്പലം അടയ്ക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഞായറാഴ്ച 9 മണി വരെ ഉണ്ട് അമ്പലം. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് അലിയാവൂർ ശിവക്ഷേത്രത്തിലേക്കാണ്. അന്നക്കുട്ടിയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചിട്ടുള്ള കോഴയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ എത്തി. അങ്ങനെ ഞങ്ങൾ തൊഴുത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇനി വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കുറിച്ചിട്ടുണ്ട്. 10നും 10:30 ഇടയ്ക്ക് കയറാനാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏപ്രണൊക്കെയിട്ട് റെഡിയായിട്ട് വന്നു. പിന്നെ പടിയുന്ന പാത്രം കഴുകലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം 9:30 മണിയായി. പിന്നെ അവരെല്ലാവരും റെഡിയാണ്. അമ്മയും ശ്രീയൊക്കെ റെഡിയാവാൻ പോയി കുളിക്കാനും അങ്ങനെയായിട്ട് അവർ തിരക്കായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പാത്രം കഴുകി ഒതുക്കിയിട്ട് ഏകദേശം ഒരു 10:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 10:30 വെച്ച് ഞങ്ങൾക്ക് കയറണം. ഞങ്ങളിപ്പം റെൻറ്റിന് എടുത്ത വീടെന്ന് പറയുന്നത് ജസ്റ്റ് പാലുകാച്ചലൊക്കെ കഴിഞ്ഞ് 2-3 മന്ത്സ് ആയ വീടാണ്. ഞങ്ങളിന്ന് കയറുന്നതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒന്നൊരു പാലുകാച്ചൽ പേരിന് നമ്മളൊന്ന് പാലുകാച്ചി കയറുന്നു. ഏകദേശം പാത്രമൊക്കെ കഴി കഴിഞ്ഞപ്പോൾ 10:15 പിന്നെ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞു. അമ്മമ്മയും അനിയത്തിയും കൂടെ പിന്നെ ഓട്ടോ പിടിച്ചങ്ങ് വരും. അപ്പോൾ ഞങ്ങൾ ഇതേ ഇറങ്ങാൻ പോവാണ്. അപ്പൂൻ്റെ പുതിയ ടീഷർട്ടാണ് കേട്ടോ. അപ്പൂൻ്റെ ബർത്ത്ഡേക്ക് എടുത്തത്. അമ്മുഞ്ഞയും മുത്തിയും ഇഞ്ഞിപ്പെണ്ണും കൂടെ ചേർന്ന് എടുത്തു കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം 10:20 ആയപ്പോൾ എത്തി കേട്ടോ. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. പിന്നെ ഞാൻ ചെന്നപാടെ വിളക്കൊക്കെ റെഡിയാക്കി ഞാൻ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ 10:20 ആയപ്പോൾ ഞാൻ വിളക്ക് എത്തിച്ചിട്ടു. കാരണം 10നും 10:30 ഇടയ്ക്കാണ് സമയം പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ പാല് വെച്ചണമല്ലോ. അപ്പോൾ അത് ഞാൻ കുട്ടി ക്ലാപ്പടിക്കുകയാണ് കേട്ടോ. ഒരു പുതിയ തുടക്കം എപ്പോഴും നമ്മളൊരു ദീപം കത്തിച്ച് തുടങ്ങുന്നത് എന്തുകൊണ്ടും ഐശ്വര്യമാണല്ലോ. പ്രത്യേകിച്ച് അപ്പൂൻ്റെ ഒരു പിറന്നാളായതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. പിന്നെ നേരെ അടുക്കളയിലേക്ക് പാല് കാച്ചാൻ ഒരു കുഞ്ഞു മൺകലം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് കാച്ചി കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്മവും ശ്രീയൊക്കെ എത്തിയത്. പിന്നെ എൻ്റെ ഫ്രണ്ട് നീതുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അവരിവിടെ അടുത്താണ് നീതുവിൻ്റെ അനിയത്തി താമസിക്കുന്ന. അപ്പോൾ ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പാലിങ്ങനെ തിളച്ച് തൂവി കേട്ടോ. അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അത് കഴിഞ്ഞിട്ട് പായസം വെക്കുകയാണ് കേട്ടോ. സേമിയ പായസമാണ്. വെർമസലി മിക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെർമസലി മിക്സ് 2 പാക്കറ്റാണ് ടോട്ടൽ വാങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ശർക്കര വെച്ചിട്ടാണ് അന്നക്കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നത്. ആ പാല് കാച്ചിയ കലത്തിൽ തന്നെ വെക്കുന്നത്. അന്നക്കുട്ടിക്ക് ഉപ്പോ പഞ്ചസാരയോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഡോക്ടർ അത് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പം മാക്സിമം ഞങ്ങൾ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ശർക്കരയിൽ ഉണ്ടാക്കുന്നത്. വെർമസലി മിക്സിൽ അവർ കൊടുത്തിരിക്കുന്ന ഷുഗർ തന്നെ എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നോ. ഞാൻ ഒരു പാക്കറ്റ് ഓൾറെഡി പൊട്ടിച്ചിട്ടു. 2ാമത്തെ പാക്കറ്റും കൂടി ഇട്ട് എല്ലാവർക്കും ഇന്നത്തോടെ ഷുഗർ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അമ്മ പറഞ്ഞു ഞാനത് അരിച്ചു തരാമെന്ന്. അങ്ങനെ അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മ അത് വേർതിരിച്ചെടുത്തപ്പോൾ അതിലുള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു. ഞങ്ങളത് ഇട്ടില്ല. ആ ഒരു പാക്കറ്റിൽ ഷുഗർ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ പായസം 2 കൂട്ടർക്കുള്ള റെഡിയായി. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ക്ലീനിങ് പരിപാടി ഉണ്ടല്ലോ. രാവിലെ നമ്മൾ പാല് കാച്ചിയ പാത്രവും പായസം ഉണ്ടാക്കിയ പാത്രവും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഉച്ചക്കത്തെ കുക്കിംഗ് എന്തായാലും നടക്കത്തില്ല. കാരണം ഇനി അടുക്കിപ്പുറക്കലൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൂടിനും അച്ഛനും കൂടെ പുറത്ത് പോകുന്നുണ്ട്. അപ്പൂടിന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നത് കൊണ്ട് അടുത്ത കൊല്ലം വാങ്ങിത്തരാം, ഈ വർഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പാവം അപ്പൂടിന് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഫുഡും വാങ്ങി വരും. പായസം റെഡി ആയപ്പോൾ തന്നെ ഞാനൊരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ശ്രീക്കും കൊടുത്തു. ശ്രീ ഇതേ സ്കൂളിലെ വർക്കൊക്കെ ആയിട്ട് ബിസിയാണ്. ഇനി അന്നക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ സമയം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ദോശ കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അത് ഉപ്പില്ലാതെ എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത് കൂരവ് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അവൾ കഴിക്കേയില്ല. 1-2 തവണ വാ തുറന്നാലായി. പിന്നെ എങ്ങനെയൊക്കെയാണ് അടിച്ചു പിടിച്ചത് കഴിപ്പിക്കുന്നത്. പിന്നെ ശ്രീയെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ശ്രീ സ്കൂളിൽ എക്സാംസ് ഒക്കെ ആയി. അപ്പം PAക്ക് അതായത് പീരിയോഡിക് അസസ്മെൻറ്റിന് അവർ തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്ത് കൊടുക്കുകയും ചോദിച്ചു. അവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് തെറ്റോ എന്നുള്ളത്. അപ്പോഴേക്കും ഫുഡും പുതിയ സൈക്കിളും ഒക്കെ ആയിട്ട് അപ്പൂട്ടിന് എത്തി കേട്ടോ. അപ്പൂട്ടിന് സൈക്കിളൊക്കെ കാണിക്കാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി അപ്പൂൻ്റെ സൈക്കിൾ കിട്ടിയിട്ട് അവന് ഇഷ്ടമുള്ള സൈക്കിൾ അവൻ കൂടെ പോയി തന്നെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ സപ്പോർട്ട് വീൽ വെച്ചിട്ടുണ്ട്. കാരണം അവനെ അത്രയും ഓടിക്കാൻ ആയിട്ടില്ല. അപ്പം അവനെ റോഡിൽ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് ഓടിക്കുകയാണ് കേട്ടോ. അവൻ സൈക്കിൾ ചവിട്ടുന്ന കണ്ടിട്ട് ഒരാൾ ഇൻട്രസ്റ്റ് കയറി എൻ്റെ ഒക്കത്തിൽ നിന്ന് ഭയങ്കര തുള്ളലാണ് കേട്ടോ. ആദ്യമായിട്ടല്ലേ അപ്പൂട്ടൻ സൈക്കിൾ ഓടിക്കുന്നതൊക്കെ അവൾ കാണുന്നത്. അപ്പോൾ പിന്നെ വന്ന് എടുത്തുകൊണ്ട് പോയി. നമ്മൾ ആ ഒരു ഇട്ടാവട്ട സ്ഥലത്ത് കുറച്ച് നേരം, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അവർ ഏകദേശം വരുമ്പോൾ 2 മണിയൊക്കെ ആയി. ഫുഡ് കഴിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് അവളെയും വെയിലത്ത് അധികം നേരം നിർത്താൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഡെയിലി രാത്രി മുറ്റത്തിട്ട് ചവിട്ടും കേട്ടോ സൈക്കിൾ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയായതുകൊണ്ട് ആൾക്ക് ചവിട്ടാൻ പറ്റുന്നത്. അന്നക്കുട്ടിയെ അച്ചായി പുറകെ ഇരുത്തി കൊടുത്തു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ക്ലാപ്പ് അടിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. 2 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബക്കറ്റ് ബിരിയാണിയാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്.
നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബക്കറ്റ് ബിരിയാണി. അതിൻ്റെ കൂടെ ഒരു സ്വീറ്റായിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ചിക്കൻ 65 വാങ്ങിയിട്ടുണ്ട്. കാരണം അതിൽ പീസ് കുറവായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ബക്കറ്റ് ബിരിയാണി മാത്രം മതിയായിരുന്നു, ചിക്കൻ 65ൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ കഴിക്കാനൊക്കെ എടുത്തപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് ഗസ്റ്റ് വന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് നീതുവും ഹസ്ബൻഡും കുഞ്ഞും കൂടി ഇവരിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഇവർ വഴിയാണ് ഞങ്ങൾക്ക് ഈ വീട് റെൻറ്റിന് കിട്ടുന്നത്. അവർ പുറത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഈ വഴിക്കൊന്ന് കയറിയതാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നീതുവിൻ്റെ അനിയത്തി താമസിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകി വെക്കണം. അതൊക്കെ കഴുകി വെക്കാൻ ഇറങ്ങി. പിന്നെ അപ്പോഴത്തേന് അവിടെ എല്ലാം ആകെ താഴെയൊക്കെ ഇട്ടു. അതൊക്കെ തൂത്തുവാരി തുടച്ചു. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളതിൻ്റെ ഇടയിൽ വാങ്ങാൻ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ പോവാം. അമ്മയ്ക്ക് കൈവയ്യാത്തതുകൊണ്ട് അന്നക്കുട്ടിയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ശ്രീക്ക് കുറച്ചധികം വർക്കുണ്ട്. പിന്നെ രാമചന്ദ്രനിലേക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോഴത്തേന് അന്നക്കുട്ടി ഉറക്കമായി. ഈവനിങ് നമ്മുടെ കസനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡും ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ, ബൈ.